നമ്മുടെ പല ആശയങ്ങളും മൂലധനത്തിന് അഥവാ ഫണ്ടിങ്ങിന്റെ അഭാവം മൂലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കുന്നു. ഇക്കാരണത്താൽ പുതിയ ബിസിനസ്സും പുതിയ കണ്ടുപിടുത്തങ്ങളും ചെയ്യാനുള്ള രാജ്യത്തെ യുവാക്കളുടെ ആവേശം തന്നെ നഷ്ടപ്പെടുന്നു. സാമ്പത്തിക അഭാവം മൂലം നിരവധി യുവ സംരംഭകർക്ക് പുതിയ അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. 2016 ജനുവരി 16 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീമിന്റെ ഭാഗമായി ഐഡിയേഷൻ ഘട്ടത്തിലുള്ള ഏതൊരു സ്റ്റാർട്ടപ്പിനും വായ്പ ലഭിക്കുന്നതിന് പുറമെ മറ്റു നിരവധി ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. മാത്രമല്ല, ഈ വായ്പ ലഭിക്കുന്നതിന് യാതൊരു ഗ്യാരണ്ടിയുടെയും ആവശ്യമില്ല. ഈ സ്കീം പ്രയോജനപ്പെടുത്തിയ ആളുകൾ അവർ സ്വയം വിജയിച്ചതിനു പുറമെ മറ്റുള്ളവർക്ക് നിരവധി തൊഴിലവസരങ്ങളും നൽകുന്നു. രാജ്യത്ത് സംരംഭകർക്ക് അവസരം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി. 2016 ഏപ്രിൽ 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ സമൂഹത്തെയും വനിതകളെയും സംരംഭ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നിങ്ങളും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സ്റ്റാൻഡപ്പ് ഇന്ത്യ മിഷനിലേക്ക് നിങ്ങൾക്കും ലോണിനായി അപേക്ഷിച്ചുകൂടാ? വളരെ ലളിതമായ രീതിയിൽ എങ്ങനെ ലോണിനായി അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഫ്രീഡം ആപ്പിൽ ഇപ്പോൾ ലഭ്യമാണ്. എങ്ങനെയെന്ന് നമുക്ക് കണ്ടുനോക്കാം. ഒരു സ്റ്റാർട്ടപ്പ് വിവിധ ആനുകൂല്യങ്ങൾക്ക് യോഗ്യത നേടുന്നതിന് ഇനി പറയുന്ന 3 വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടണം. അതായത്, ബിസിനസ് ഒരു സ്വകാര്യ ലിമിറ്റഡ് കമ്പനിയിലോ പങ്കാളിത്ത സ്ഥാപനത്തിലോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലോ രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ ഒരു സിംഗിൾ ഓണർഷിപ്പ് വിഭാഗത്തിന് കീഴിലാണ് സ്റ്റാർട്ടപ്പ് ഉൾപ്പെടുന്നതെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെങ്കിലും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കില്ല. രജിസ്റ്റർ ചെയ്യുന്നതിനായി ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവ പോലുള്ള നിങ്ങളുടെ KYC രേഖകളും ആവശ്യമാണ്. ഇതുകൂടാതെ ഇൻക്യുബേറ്ററുകൾ നൽകുന്ന ശുപാർശ കത്തും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കണം. ഈ രേഖകളെല്ലാം ഉണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോർട്ടലിൽ ഈ സ്കീമിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോർട്ടലിൽ നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം നമുക്ക് നോക്കാം. www.startupindia.gov.in ഈ പോർട്ടലിൽ നിങ്ങൾ എൻ്റർ ചെയ്യുക. DPIIT റെക്കഗ്നിഷന് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കാം. ഈ സ്കീം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പോർട്ടലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ക്ലാരിറ്റിയും നിങ്ങൾക്ക് ഈ പോർട്ടലിലൂടെ ലഭിക്കുന്നതാണ്. അതിനു മുമ്പ് തന്നെ ഈ പോർട്ടലിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ സ്കീമിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ മനസ്സിലാക്കുക. എന്തൊക്കെയാണ് ഈ സ്കീമിലുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോകാം. രജിസ്ട്രേഷൻ പ്രോസസ്സിനായിട്ട് നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രൊഫൈൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണുന്നത്, രജിസ്റ്റർ, ഒന്ന് ലോഗിൻ. അതിൽ രജിസ്റ്റർ ഓപ്ഷൻ കൊടുക്കുക. രജിസ്റ്റർ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങളോട് പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പാസ്വേഡ്, അതുപോലെ കൺഫേം പാസ്വേഡ് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ്. അപ്പോൾ നമുക്ക് നോക്കാം രജിസ്ട്രേഷൻ പ്രോസസ്സ് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. ഇതെല്ലാം ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ 1 ടൈം പാസ്വേഡ് ചോദിക്കും. 1 ടൈം പാസ്വേഡ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, അതായത് രജിസ്ട്രേഷൻ. ഇനി നമുക്ക് ലോഗിൻ ചെയ്യുകയാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ലോഗിൻ പ്രൊസീജിയറിലേക്ക് പോവുകയാണ്. ലോഗിൻ പ്രൊസീജിയറിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലൊരു പേജാണ് നമ്മൾ വരുന്നത്. അവിടെ നേരത്തെ നമ്മൾ കൊടുത്ത ഇമെയിൽ ID, നേരത്തെ പാസ്വേഡ് നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലോഗിൻ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ലോഗിൻ ആയി കഴിഞ്ഞു. നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഈസിയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെലക്ട് യുവർ കൺട്രി ഓപ്ഷൻ, അതിൽ നമുക്ക് കാണാം ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ നമ്മൾ കാണുന്നുണ്ട്. ഈ പോർട്ടലിൽ കയറി കഴിയുമ്പോൾ ധാരാളം വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എക്സാക്ട്ലി ആയിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് ഈ പോർട്ടൽ ചോദിക്കുന്നത്. ഇൻഡിവിജ്വൽ ആണോ, മെൻറ്റർ ആണോ വേണ്ടത്, ആക്സിലേറ്റർ ആണോ വേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആണോ വേണ്ടത്, കോർപ്പറേറ്റ് ആണോ വേണ്ടത്, ഇൻക്യുബേറ്റർ ആണോ വേണ്ടത്, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ആണോ വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓരോ സ്റ്റേജ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എബൌട്ട് സ്റ്റാർട്ടപ്പ്, സെക്കൻഡ് വൺ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതിനുശേഷം കാറ്റഗറി, ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലോഗോ ഉണ്ടെങ്കിൽ, കമ്പനിയുടെ ലോഗോ ഉണ്ടെങ്കിൽ ആ ലോഗോ കൊടുക്കുക. താഴെ അത് വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കമ്പനിയുടെ ലോഗോ ആണോ എന്നുള്ളത്, അത് കൺഫേം ചെയ്യുക. അതിനുശേഷം നമ്മൾ പോകേണ്ട സ്റ്റാർട്ടപ്പ് നെയിം, നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ പേരെന്താണ് എന്നതിനെക്കുറിച്ച്. മാത്രമല്ല അടുത്ത ഓപ്ഷനിൽ ഫണ്ട് ചെയ്യുന്നത് പുറത്തുള്ള ആളാണോ ഫണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്ഡ് ആണോ. ബൂട്ട് സ്ട്രാപ്ഡ് എന്ന് പറയുന്നത് നിങ്ങളെ സ്വന്തമായിട്ട് 100% നിങ്ങളുടെ ഫണ്ടിങ് ആണെങ്കിൽ ബൂട്ട് സ്ട്രാപ്ഡ് എന്ന് പറയും. ഫണ്ടഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണർ ഉണ്ടോ അല്ലെങ്കിൽ ഫണ്ട് ചെയ്യാൻ മറ്റാൾക്കാരുണ്ടോ എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ബൂട്ട് സ്ട്രാപ്ഡ് ആണെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടേതാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് സ്റ്റേജിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണ് ഒരു ഐഡിയ മനസ്സിലുണ്ട്, ആ സ്റ്റേജിലാണ്. അതായത് അതിൻ്റെ എക്സിക്യൂഷൻ നടന്നിട്ടില്ല, ഐഡിയ ഉണ്ട്. എന്നാൽ ആ ഐഡിയയുടെ വാലിഡേഷൻ കഴിഞ്ഞെങ്കിൽ ആ സ്റ്റേജിലാണെങ്കിൽ ആ വാലിഡേഷൻ സ്റ്റേജ് നമ്മൾ കൊടുക്കുക. ഏർലി ട്രാക്ഷൻ നിങ്ങൾ കൊടുക്കുക.
അല്ലെങ്കിൽ സ്കെയിലിംഗ് സ്റ്റേജിലാണെങ്കിൽ, അത് ഉയർത്തു വന്ന സ്റ്റേജിലാണെങ്കിൽ ആ സ്കെയിലിംഗ് സ്റ്റേജിലാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിൽ എങ്ങനെ അപേക്ഷിക്കാം എന്ന പാട്ടിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ചിലവ് വരുന്ന പ്രൊജക്ടുകൾക്കാണ് വായ്പ നൽകുന്നത്. ഏറ്റവും കുറവ് പലിശ നിരക്കും തിരിച്ചടവ് കാലാവധിയുമാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ അടങ്ങിയ വീഡിയോ ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയി ഡൗൺലോഡ് ചെയ്യൂ, വീഡിയോ മുഴുവനായി കാണൂ. നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. ഇവിടെയും നിങ്ങൾക്ക് ചെറിയൊരു ബ്രീഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കമ്പനിയെക്കുറിച്ചും നിങ്ങളുടെ ഐഡിയയെക്കുറിച്ചും നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ കുറിച്ചും നിങ്ങൾ ഇവിടെ ജസ്റ്റ് ബ്രീഫായിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വരുന്നത് കോൺടാക്ട് ഇൻഫോയിലാണ് വരുന്നത്. അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. കോൺടാക്ട് ഡീറ്റെയിൽ, ഇമെയിൽ ID, അതുപോലെ സ്റ്റേറ്റ് ഏതാണ്, നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യണമുണ്ട്. സെലക്ട് ചെയ്യുക, നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സിറ്റി ഏതാണെന്നുള്ളത് സിറ്റിയും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ആപ്പ് ലിങ്ക്, അത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ മൊബൈൽ ആപ്പ് ലിങ്ക് കൊടുത്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാറ്റഗറിയാണ്. കാറ്റഗറിയിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രി ഏത് കാറ്റഗറിയാണ് നിങ്ങളുടെ ബിസിനസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അത് ഏതിലാണ് വരുന്നത്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആണോ, ഫാഷൻ ആണോ, അതുപോലെ ടെക്നോളജി ആണോ, എന്തെല്ലാം കാര്യങ്ങൾ, IT ആണോ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം സെക്ടർ സെലക്ട് ചെയ്യുക, ഏത് സെക്ടറിലാണ് അത് വരുന്നത്. അതിനുശേഷം സർവീസസ്, എന്ത് തരം സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഉദ്യോഗ് ആധാർ നമ്പർ അവിടെ നിങ്ങൾ കൊടുക്കുക. നേരത്തെ നോക്കുക, അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെന്നുള്ള എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെന്ന് എഴുതുക, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ആണോ എന്നുള്ളത് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഇതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് കമ്പനി ഇൻകോർപ്പറേഷൻ നമ്പറാണ്, അതായത് CIN. ആ CIN നമ്പർ നമ്മൾ കൊടുക്കുക. ലീഗൽ നെയിം, എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ ലീഗൽ നെയിം എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രോസസ്സും കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് നല്ലപോലെ വായിക്കുക. അതിനുശേഷം ഡാഷ്ബോർഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സ്റ്റാർട്ടപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ. അപ്പോൾ ഇവർ തന്നെ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ അവരെ നമുക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. YMW സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിർദ്ദേശങ്ങളും അവരും നൽകുന്നതായിരിക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് പോർട്ടൽ കാണുന്നത്. പോർട്ടലിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഫോക്കസ് സെക്ടർ വൈസ്, ഫോക്കസ് ഇൻഡസ്ട്രി, നമ്പർ ഓഫ് ആക്റ്റീവ് ഇയേഴ്സ്, എല്ലാ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻസും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളെയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾക്കുള്ളത്. ഈ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൽ എല്ലാ കാറ്റഗറിയും, യൂസർ ഡീറ്റെയിലിനെ കുറിച്ചുമുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനി നെയിമിനെ കുറിച്ചുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റേറ്റസ് അപ്ഡേറ്റ്, അപ്പോൾ കറണ്ട് സ്റ്റേറ്റസ് എന്താണ്, എങ്ങനെയാണ് തുടങ്ങിയത്, മാത്രമല്ല ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് സ്റ്റേറ്റസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. രജിസ്ട്രേഷൻ നിങ്ങൾ നേരത്തെ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ടാവും. എന്ത് എൻറ്റിറ്റിയിലാണ് വരുന്നത്, അതുപോലെ ഓഫീസിൻ്റെ ഫുൾ അഡ്രസ്സ്, അതുപോലെ റെപ്രസെൻറ്റേറ്റീവ് ഡീറ്റെയിൽസ് വരുന്നുണ്ട്, അതുപോലെ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ബാക്കി ഇൻഫർമേഷൻസ് എന്തൊക്കെയാണോ വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കണം. ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ എൻറ്റിറ്റി ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. മാത്രമല്ല അത് ആഡ് ചെയ്യുകയും ചെയ്യണം. ആഡ് ചെയ്ത് എങ്ങനെയാണ്, നേച്ചർ ഓഫ് എൻറ്റിറ്റി നമ്മൾ ക്ലിക്ക് ചെയ്യുക. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ, നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കുക. അതിനുശേഷം നോക്കുക, നിങ്ങൾക്ക് താഴെ വരുന്ന ഓപ്ഷനാണ് ഇൻഡസ്ട്രി. ഏത് ഇൻഡസ്ട്രിയിലാണ് വരുന്നത്, അപ്പോൾ സെക്ടർ ഏതാണ് വരുന്നത്, അപ്പോൾ നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയാണ്, ഏത് സെക്ടറാണ്, മാത്രമല്ല അത് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ കാറ്റഗറി, എഞ്ചിനീയറിംഗ് കാറ്റഗറി ആണോ, ഇ-കോമേഴ്സ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക. മാത്രമല്ല അതിനുശേഷം വരുന്നത് CIN നമ്പറാണ്. CIN നമ്പർ കൊടുക്കുക. അതുപോലെ എൻറ്റിറ്റി നെയിം കൊടുക്കുക. അതിനുശേഷം എന്നാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആ രജിസ്ട്രേഷൻ ഡേറ്റ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം പാൻ നമ്പർ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഈ ഡേറ്റ എല്ലാം സേവ് ചെയ്യുക. അതിനുശേഷം അടുത്തതിൽ പോകുന്നത് നമ്മൾ ഓഫീസ് അഡ്രസ്സിലേക്കാണ് പോകുന്നത്. വീണ്ടും നമ്മൾ ആ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓഫീസിലെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് നമ്മൾ കൊടുക്കുക. ഓഫീസ് അഡ്രസ്സ്, അതുപോലെ സിറ്റി, വില്ലേജ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുക്കുക. രണ്ടാമത്തെ പ്രോസസ്സും കഴിഞ്ഞ് മൂന്നാമത്തെ പ്രോസസ്സിലേക്ക് പോവുക. ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ആരാണ് എന്നുള്ള ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നു. ഡെസിഗ്നേഷൻ നമ്മൾ കൊടുക്കുന്നു റെപ്രസെൻറ്റേറ്റീവിൻ്റെ. അതുപോലെ മൊബൈൽ നമ്പർ, ഓതറൈസ്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ പ്രോസസ്സും ഇതാണ് നിങ്ങൾ കഴിയേണ്ടത്. മൂന്നാമത്തെ പ്രോസസ്സും നമ്മൾ എൻ്റർ ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തേക്ക് പോകേണ്ട
ഡയറക്ടേഴ്സാണ്. നിങ്ങളുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്, എത്ര ഡയറക്ടേഴ്സ് ഉണ്ട്, അവരുടെ ജെൻഡർ, അവരുടെ മൊബൈൽ നമ്പർ, അവരുടെ പോസ്റ്റൽ അഡ്രസ്സ്, അവരുടെ ഇമെയിൽ അഡ്രസ്സ് തുടങ്ങിയ കാരണങ്ങൾ നമ്മളെല്ലാം ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യണം. അതിനുശേഷം സേവ് ചെയ്യണം. നാലാമത്തത് അതാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ പോകേണ്ടത് നമുക്ക് അടുത്ത ഇൻഫർമേഷൻ റിക്വയർഡ്, അതായത് ഈ 4 ഓപ്ഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഈ 4 ഓപ്ഷന് ശേഷം നമുക്ക് വേണ്ടത് ഇൻഫർമേഷൻ റിക്വയർഡ്. എന്തൊക്കെ ഇൻഫർമേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് നമ്പർ ഓഫ് എംപ്ലോയീസ്, എത്ര എംപ്ലോയീസ് ഉണ്ട് നിങ്ങളുടെ ഫേമിൽ എന്നുള്ളത്, അപ്പോൾ അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കമ്പനിയിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, ഇതുവരെ നിങ്ങൾ എത്ര പേർക്ക് ജോലി കൊടുത്തു. കാര്യം എല്ലാ സ്റ്റാർട്ടപ്പിലും എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര പേർക്കാണ് നിങ്ങൾ ജോലി കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇനി നമ്മൾ അതിനുശേഷം തന്നെ നിങ്ങൾ അതിന് ഒരു ചോദ്യം വരുന്നുണ്ട്, ഹാസ് യുവർ സ്റ്റാർട്ടപ്പ് അപ്ലൈഡ് ഫോർ IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? അത് യെസ് ഓർ നോ ആണെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക. അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഇഫ് യെസ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പലതും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കി വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ആ ഓപ്ഷൻസ് എല്ലാം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെൽത്ത് ക്രിയേഷനും എംപ്ലോയ്മെൻറ്റ് ക്രിയേഷനുമാണ്. അപ്പോൾ അത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിലൂടെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളമാണ് എന്നുള്ളത് നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ കൊടുക്കുക. അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ചെറിയൊരു ബ്രീഫ് നോട്ട് നിങ്ങൾ കൊടുക്കുക. സബ്മിറ്റ് ചെയ്തതിന് മുമ്പ് തന്നെ ഒരു ബ്രീഫ് നോട്ട് നിങ്ങൾ കൊടുക്കുക. അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, നിങ്ങൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയ ബ്രീഫ് നോട്ട് നിങ്ങൾ കൊടുക്കുക. അതായത് എത്ര പേർക്കാണ് നമ്മൾ ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മാൻ പവറിങ് സ്റ്റാഫ് എന്തൊക്കെയാണ്, മാത്രമല്ല അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും. ഇനി നിങ്ങളുടെ ഫണ്ടിങ്ങിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ആരെങ്കിലും പുറത്തുനിന്ന് ഫണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫണ്ടിങ് ലഭിക്കുകയാണെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ടപ്പ് ആക്ടിവിറ്റീസിലേക്ക് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഇത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താണ് സഹായം വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനുള്ള ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ യുണീക്നെസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ റവന്യൂ ജനറേഷൻ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ റവന്യൂ ജനറേഷൻ അത് ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ 500 മുതൽ 5000 ക്യാരക്ടർ ലിമിറ്റിൽ നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം അത് സേവ് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമാണ്. അത് തന്നെയാണ് ഈ പോർട്ടലിൽ ചോദിക്കുന്നതും. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളും നിങ്ങൾ ഭാവിയിൽ ആ സ്റ്റാർട്ടപ്പിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമാണ് ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്തതിന് ശേഷമാണ് ഫൈനലി നിങ്ങൾക്കിത് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഇനി ഇത് അപ്ലോഡ് ചെയ്യണം. രജിസ്ട്രേഷൻ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സെൽഫ് സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്ത സർട്ടിഫിക്കറ്റ് സോഫ്റ്റ് കോപ്പീസ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ഫയൽ സൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇൻകോർപ്പറേഷനും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതിനോടൊപ്പം ഓതറൈസേഷൻ ലെറ്റർ, അതിനോടൊപ്പം തന്നെ പ്ലീസ് പ്രൊവൈഡ് ലിങ്ക്സ് അപ്ലോഡ് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ്. അതായത് നിങ്ങൾക്ക് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ്, വെബ്സൈറ്റിൻ്റെ ലിങ്കും അല്ലെങ്കിൽ അതുപോലുള്ള വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യുക. അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം എല്ലാ ബോക്സും നിങ്ങൾ ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾ ഇതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ആ സബ്മിറ്റ് ബട്ടണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താങ്ക് യു ഫോർ യുവർ ഫോം ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഓക്കെ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാനായിട്ട് 2 മുതൽ 3 ദിവസം വരെ സമയം വരും. അതായത് 2 മുതൽ 3 ദിവസം വരെ സമയം എടുത്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അതിന് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിൽ അക്സെപ്റ്റോ അല്ലെങ്കിൽ റിജക്റ്റ് ആയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സബ്മിഷൻ ഫോർമാലിറ്റീസ് എല്ലാം തന്നെ ഈ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞു. അതിനുശേഷം
നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തോ റിജക്റ്റ് ചെയ്തോ എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വ്യൂ ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. മാത്രമല്ല നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റസ് നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കും, അതിൻ്റെ കറണ്ട് സ്റ്റേറ്റസ് അറിയാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് അത് റിജക്റ്റ് ചെയ്തു, റീസൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും പ്രത്യേകമായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്തോ, അതിൻ്റെ റീസൺ എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ പ്രോസസ്സ്, രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത്. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് ധൈര്യമായി ലോണിന് അപേക്ഷിക്കാം. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്കും ഇനി ആരുടെ സഹായമില്ലാതെ ലോണിനായി അപേക്ഷിക്കാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.